ആരാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ? ഞാനാണോ നിങ്ങളാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനാണോ? അത്രയേറെ സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് അത് തന്നെയല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുകളെ സമസ്ത തീരുമാനമെടുത്തെന്ന് കണ്ടപ്പോ എത്രയും പെട്ടെന്ന് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയോ എല്ലാവരും ഉറച്ചു തന്നെയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ആ സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളുകള്, ആ സംസ്ഥയുടെ സംവിധാനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകള് സംസ്ഥ എന്ന് പറയുന്നുണ്ടോ അത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് വേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ പറഞ്ഞു രണ്ട് വിഭാഗം ആളുകളെ സമുദായത്തിലുണ്ട്. ആ സമുദായം നന്നാകാൻ അവർ മതി, ആ സമുദായം ആ നാടും നശിച്ചാൽ അവർ മതി. ഏതൊക്കെയാണ് ആളുകൾ? ഈ രണ്ട് വിഭാഗം ആളുകളാണ് അവര്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ആർക്ക് പവർ കൂടുതൽ നൽകണം? ഇത് പരിശുദ്ധമായ നമുക്ക് മുമ്പേ വരച്ച് കാണിച്ച് കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ആളുകൾക്ക് എന്തുകൊണ്ടും നമ്മൾ പരിഗണന കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കണം. അത് തന്നെയാണ് ശരീരത്തിന്റെ വാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണല്ലോ നമ്മൾ ഉസ്താദുമാരെ ബഹുമാനിക്കുന്നത്, അവരെ ആദരിക്കുന്നത്, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ അങ്ങോട്ട് വന്നോട്ട് തന്നെ എല്ലാ കാര്യങ്ങൾ നിങ്ങളെനിക്ക് വേണ്ടി ചെയ്തു. ഭക്ഷണം ഭാഗം ചെയ്തു തരുന്നു, എന്റെ പോക്ക് വരവിനുള്ള കാര്യങ്ങൾ നൽകുന്നു, മറ്റു സർവ്വ സൗകര്യങ്ങളും ചെയ്തു തരുന്നു. ഒരു പോലും എനിക്ക് താമസിക്കാൻ മാറിത്തരുന്നതൊക്കെ ഞാൻ എന്തെങ്കിലും ആളായിട്ടാണോ? അല്ല, 8-10 കൊല്ലം ഒരു ഉസ്താദിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സമസ്തം ഐക്യത്തിന്റെ നിലയിൽ തന്നെ ഒരുപാട് കാലം കിതാബോധി പഠിച്ചു, പരിശുദ്ധമായ തഫ്സീറുകൾ പഠിച്ചു, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്ത് പഠിച്ചു. എന്ന ഒരു ബഹുമാനമാണ് നിങ്ങൾ ഓരോ ഉസ്താദുമാർക്കും നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു കാര്യത്തിൽ നമുക്ക് സംശയം വരുമോ, എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമോ, ഞാനിനോട് ചോദിക്കലാണ്. പരിശുദ്ധമായ ദീനിന്റെ കാര്യത്തില് ആ സമസ്തയുടെ കീഴിൽ നമ്മുടെ സ്ഥാപനങ്ങൾ പോകുമ്പോ നേരത്തെ പറഞ്ഞ ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങളൊക്കെ സമസ്തയുടെ കീഴിൽ പോകുമ്പോ വ്യക്തമായ നിർദ്ദേശങ്ങൾ അതിനുണ്ടാകും, വ്യക്തമായ എല്ലാ ഭരണഘടനകളും അതിനുണ്ടാകും. അതാണ് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചത്. നമ്മുടെ മദ്രസയും അതിന്റെ ഭാഗമാണ്. എന്റെ നാട്ടിലെ മദ്രസയും 10,000-ഓളം ഉണ്ടെങ്കിൽ 10,000-ലേറെ 11,000-ലേറെ വരുന്ന മദ്രസയും ആ സംസ്ഥയുടെ കീഴിൽ പോകുമ്പോ അതിന്റെ ഉസ്താദുമാർക്ക് പ്രത്യേകമായ ഡിമാൻഡുകളുണ്ട്, അതിന്റെ കെട്ടിടങ്ങൾക്ക് ഡിമാൻഡുകളുണ്ട്, അതിന്റെ കരിക്കുലത്തിന് ഡിമാൻഡുണ്ട്, അതിന്റെ പാഠപുസ്തകത്തിന് ഡിമാൻഡുണ്ട്. ആ മദ്രസയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നടക്കുന്നുണ്ടോ അതിന് മുഴുവൻ ഡിമാൻഡുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നടത്തിക്കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതാരെയും വിഷമിപ്പിക്കാനല്ല, ഇതാരെയും ബുദ്ധിമുട്ടിക്കാനല്ല, ഇഖ്ലാസോടെ നല്ല നിലയിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാശ് കൊടുത്തുണ്ടാക്കിയ മദ്രസയാണ്, പക്ഷേ നമ്മളൊക്കെ തീരുമാനിച്ചതാണ് ഇനി സമസ്ത ജമിയത്തുൽ ഉലമയുടെ കീഴിലായിക്കൊണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ കരിക്കുലം എങ്ങനെയാണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളത്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, എന്റെ രക്ഷിതാക്കളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, നമ്മുടെ മദ്രസ ഖിയാമം വരെ
സ്ത്രീകളുടെ ഇടയിൽ മൂക്കുകുത്തൽ സർവ്വസാധാരണയാണ് ട്രെൻഡ്. ഇവിടെ ശരിയല്ലെന്ന് പറയുന്നു, ഒരിക്കലും നോക്കുന്നില്ല. നമ്മുടെ പരിപാടിയുടെ സമാപനമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ വയലിന്റെ സമാപനമാണ്. അപ്പോ ഇൻഷാല്ലാ പോകുമ്പോ നിങ്ങളെടുത്തൊക്കെ ഒരു കവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രിച്ച ഒരു കോഴിമുട്ടയും തരുന്നുണ്ട്. അപ്പോ ആ കവറ് നിങ്ങൾ പ്രത്യേകമായി നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. കവർ മാത്രമല്ല, കവറിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട ഈ ചെലവിലേക്ക് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഈ മദ്രസ, ആ മദ്രസയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ അതിലിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ അതിൽ എഴുതിക്കൊണ്ട് നമ്മൾ തിരിച്ച് നാളെ നമുക്ക് വിപുലമായി ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു നമ്മൾ പറയുന്നത് കേൾക്കുന്നതൊക്കെ സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ട്രെൻഡിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ട്രെൻഡ് പലതും ഉണ്ടാവും, ഇനി പലതും വരാൻ പോകുന്നു. പല തരത്തിലുള്ള ട്രെൻഡുകളിൽ ഇയാളെ വരാൻ പോകുന്നു. അപ്പൊ ആ പെണ്ണും കല്യാണം കഴിക്കുന്ന ട്രെൻഡാണ്. ആണാണ് മറുവശത്ത് വേറെ കല്യാണം കഴിക്കുന്ന ട്രെൻഡ്. അങ്ങനെ ഒരുപാട് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ പോകും. നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത കോലത്തിലുള്ള പല ട്രെൻഡുകളും വരാൻ പോകുന്നുണ്ട്. ആ ട്രെൻഡിന്റെ ഒപ്പം പോകലല്ല വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. നമ്മൾ ട്രെൻഡിന്റെ ഒപ്പം പോകേണ്ടതല്ല, നമ്മൾ പോകേണ്ടത് പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിന്റെ പിന്നാലെയാണ്. അതിന്റെ നാഥനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അതിന്റെ പിന്നാലെ പോകാനാണ് ഇവിടെ അജയ്യമായ ഒരു ആ നേതൃത്വമാണ് എങ്ങനെ നമ്മൾ പോകണം, ഏത് റൂട്ടിൽ സഞ്ചരിക്കണം എന്നുള്ളത് കൃത്യമായ നിലപാടോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവരെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഇല്ലായ്മയിൽ ഉണ്ടാകുന്ന കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ നമ്മുടെ പള്ളിക്ക്, മഹല്ലത്തിന്, അറബി കോളേജുകൾക്ക്, നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, മദ്രസകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കളായ ആളുകൾ അതിൽ നിന്ന് കൂട്ടുമാറി സഞ്ചരിച്ചാൽ പിന്നെ ആ നാടിനതുകൊണ്ട് ഫസാദ് ഉണ്ടാകുമെന്ന് ഹബീബുനാ വസയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അത് നമ്മൾ വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് വേണം. ഒരു പള്ളിയുടെ സ്ഥാനത്തേക്ക് വരിക, അല്ലെങ്കിൽ മഹല്ലിന്റെ സ്ഥാനത്തേക്ക് വരിക, മദ്രസയുടെ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതൊക്കെ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. കാരണം ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, പഠിക്കുന്ന കുട്ടികൾ ഉസ്താദുമാരെക്കാൾ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ കൂലി ഉണ്ടാവുക. കാരണം ഇവരിവിടെ ചലിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ ചലിക്കണം, എന്നാലാണ് ഇതിനുള്ളിൽ ചലനം നടക്കുള്ളൂ. അപ്പൊ ആർക്കാണ് ഇതിന്റെ പ്രവർത്തന പ്രത്യേകതയും അത് ഉമറാക്കളായ നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ അവർ അതിന് വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും അതിന് വേണ്ട മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുമ്പോ അതിന്റെ മുന്നോട്ട് പോകും. ഉസ്താദുമാർ, റേഞ്ച് തലങ്ങളിലേക്ക് പോകും, റേഞ്ചിൽ നിന്ന് ജില്ലാ തലത്തിലേക്ക് പോകും, ജില്ലാ തലത്തിൽ നിന്ന് സ്റ്റേറ്റ് തലത്തിലേക്ക് പോകും, സ്റ്റേറ്റ് തലത്തിൽ നിന്ന് ഹെഡ് ഓഫീസ് ജമീയത്തുള്ളവരെ പോകും. അവരുടെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് അതിന്റെ മുറ പോലെ നടത്തുക എന്നുള്ള ഡ്യൂട്ടിയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മുടെ കോടുമണ്ഡലത്തിലെ നബിയുൽ ഇസ്ലാം മദ്രസ SAIMVB എഴുതിയിട്ടുണ്ടാവും. അതെന്താ? ഈ മദ്രസ പോകുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാണ് എന്നാണ്. അപ്പൊ അവർക്കൊരു തീരുമാനങ്ങളും ഒരു കരിക്കുലവും ഒരു മാനദണ്ഡവും ഒരു പ്രത്യേക ഭരണഘടനയും ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം നമ്മിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ചവരുണ്ട്. നമ്മളൊക്കെ മദീനയിലേക്ക് പോകുന്നത് ഹബീബായ മുത്തുനബിയുടെ സ്നേഹം അതിരറ്റുകൊണ്ടാണെങ്കിൽ സ്വഹാബത്തെ കിറാമിൽ നിന്ന് മദീന വിട്ട് പോയവരും സ്നേഹത്തിന്റെ പേരിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അറിയുന്ന ബിലാൽ ഇബ്നു റബാഹ മുത്തുനബിയുടെ വഫാത്ത് നടന്നതെന്നാണ്. ഇതേ റബീഉൽ അവ്വൽ 12 ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ വഫാത്തിന്റെ രംഗം എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ? നമ്മുടെ ചരിത്രങ്ങൾ കേൾക്കണം, പഠിക്കണം. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഖാബിറുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന രംഗം അശ്റഫുൽ ഖൽഖില്ലാ ഫാത്തിമിന്റെ നേരത്ത് അറളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപൂവിന്റെ ആലും നീലകണ്ട് ആലും സഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മലക്കുൽ മൗത്ത് അസ്റായീൽ നേരത്ത് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് വന്നിട്ട് സമ്മതമുണ്ടെങ്കിൽ റോഡ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ട് പിരിയാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മരണാസന്നമാകുന്ന ടൈമിൽ ബഹുമാനപ്പെട്ട ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, അങ്ങയുടെ ആത്മാവിനെ എടുത്തോട്ടെ, അങ്ങയുടെ ആത്മാവിനെ പിടിക്കാനാണ് വന്നിട്ടുള്ളത്. അങ്ങ് അവിടുന്ന് സമ്മതം തരികയാണെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ആത്മാവിനെ എണ്ണയിലേക്ക് റഫീഖിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകാവുന്നതാണ്. അനുവാദം മുത്തനബി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകമാകെ കരഞ്ഞു തുടങ്ങുകയാണ്. സ്വഹാബത്ത് പറയുകയാണ്, ബിലാൽ റളിയല്ലാഹു തആല അൻഹുണ്ട്, സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുണ്ട്, മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രമുഖന്മാരായ സ്വഹാബികളുടെ സ്വഹാബിയത്തുണ്ട്. ഹബീബായ മുത്തുനബിയുടെ കുടുംബങ്ങളുണ്ട്. മുത്തുനബിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. സക്കറാത്തിന്റെ വേദന വളരെ വലിയ വേദന തന്നെയാണെന്ന് മുത്തുനബി പറഞ്ഞുകൊണ്ട് മിസ്വാക്ക് ചെയ്യുകയാണ്. ഹബീബായ മുത്തുനബി എന്നേക്കുമായി ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ആ സംഭവം ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ ഹബീബായ മുത്തുനബിയെ സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹം അതിന്റെ നമ്മുടെ മനസ്സിലുണ്ടായത് കൊണ്ടാണ് മദീന നമ്മുടെ ഹൃദയത്തിന്റെ വികാരമായ പരിശുദ്ധ റൗള, ആ റൗളയെ മനസ്സിൽ കൂടി വെച്ച് നടക്കുന്നത്. അവിടെ എത്തിപ്പെടണം, മുത്തുനബിക്കൊന്ന് സലാം പറയണം, എന്റെ ആവലാദികൾ പറയണം, വേവലാദികൾ പറയണം. എനിക്കൊന്ന് അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് മുത്തുനബിയുടെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ ചെന്നുകൊണ്ടൊന്ന് ദുആ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ സ്നേഹത്തിന്റെ ഭാഗമാണെങ്കിൽ ഹബീബായ മുത്തുനബി എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ ഇബ്നു റബാഹ ചെയ്തതെന്താണ്? മദീന വിടുകയാണ്. ഹബീബായ മുത്തുനബി ഇല്ലാത്ത
തിരിച്ചുകൊണ്ട് അവസാനം മനമില്ല മനസ്സോടെ എങ്ങനെയാണ് ഞാനെന്റെ മസ്ജിദിന്റെ ഭംഗിയിൽ പോയിക്കൊണ്ട് ഹബീബായ മുത്തുനബിയെ കണ്ട് വാങ്ങി കൊടുക്കുന്ന ഞാൻ എങ്ങനെയാണ് വാങ്ങി കൊടുക്കുക എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. എന്നെ കണ്ടതിനാവില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ പേരക്കിടാവുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവർ ചെന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ വലിപ്പയുള്ള കാലഘട്ടത്തിലേക്ക് മദീനയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ അന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്കിന്റെ നേരത്ത് വന്നുകൊണ്ട് മനമില്ല മനസ്സോടെ വന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹു വാക്ക് കൊടുക്കാൻ മുകളിൽ കയറി വാക്ക് കൊടുക്കുകയാണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. പിന്നെ അശ്ഹദു അന്ന എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് വാക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ബോധരഹിതനായി വീഴുകയാണ്. ഇവരുടെ മുത്തുനബിയെ സ്നേഹിച്ചത് ഈ നിലക്കാണെങ്കിൽ മുത്തുനബിയെ ഇത്തിബാഅ് ചെയ്യാനായിരുന്നു. എന്താണോ മുത്തുനബി ചെയ്തത് അത് ഞങ്ങൾക്കും ഇഷ്ടമാണെന്ന രൂപം ചിരങ്ങ എന്ന് പറയുന്ന പച്ചക്കറി വർഗത്തിൽപ്പെട്ട പച്ചക്കറി മുത്തുനബിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും അത് ഇഷ്ടമാണ്. അത് ഞങ്ങളുടെ നാവിന് രുചിയുണ്ടോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾക്കത് രുചിയുണ്ടോ എന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇന്നാലിന്റെ സ്ഥലത്തിലൂടെ മുത്തുനബി പോകുമ്പോ ഒരു വൃക്ഷം അവിടെ അതിന്റെ കൊമ്പുങ്ങനെ താഴ്ത്തി കിടക്കുമ്പോ മുത്തുനബി അവിടെ എത്തിയപ്പോ ഒന്ന് തലതാഴ്ത്തി മുന്നോട്ട് പോയി. ഇത് കണ്ട സ്വഭാവത്ത് അതിന്റെ ഒരു ദിവസം യാത്ര അതിലൂടെ പോകുമ്പോ അവിടെ എത്തുമ്പോ മരമെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോ അവരും തലതാഴ്ത്തി പോകുന്നു. ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ സ്വഭാവത്ത് പറഞ്ഞത് അതുവരെ മുത്തുനബി പോകുമ്പോ മുത്തുനബിയെ താഴ്ത്തിയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളും തലതാഴ്ത്തുകയാണ്. അങ്ങനെയാണ് മുത്തുനബി അനുധാവനം ചെയ്തത്. ആ രൂപത്തിൽ മുത്തുനബിയെ പിന്തുടർന്നുകൊണ്ട് എല്ലാ നിലക്കും സുന്നത്തുകളെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമയം കുറച്ച് നിന്നു എന്ന് തോന്നുന്നു അല്ലേ? 11:30 ഇൻഷാ അല്ലാഹ് നേരം ഇരിക്കലല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ നേരം കണക്കാണ്. എല്ലാവരും കാര്യമായിട്ട് അതിനൊക്കെ സഹകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.